ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ഒരു ചർച്ച നടത്തുകയുണ്ടായി. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ നടന്ന ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാകും. അതിർത്തിയിലെ ശാന്തതയും സമാധാനവും നിലനിർത്തുന്നത് ഉൾപ്പെടെ 8 പ്രധാന കാര്യങ്ങളിൽ ഇരു നേതാക്കളും ധാരണയിൽ എത്തിയതായാണ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. പ്രത്യേകിച്ച് അതിർത്തി പുനർനിർണയത്തിനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി 2005-ൽ ഒപ്പുവെച്ച ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ നീതിയുക്തമായ പരിഹാരം കണ്ടെത്താനും ധാരണയായി. യഥാർത്ഥ നിയന്ത്രണ രേഖയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ രണ്ട് രാജ്യങ്ങളും പ്രത്യേക വഴികൾ തേടും. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ 8 പ്രധാന കാര്യങ്ങളിൽ ഇരു നേതാക്കളും ധാരണയിൽ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആക്ച്വൽ കൺട്രോൾ ലൈൻ അതിൽ സമാധാനം അതോടൊപ്പം തന്നെ സ്ഥിരതയും നിലനിർത്തുന്നതിനും അതിർത്തിയുടെ വിശാലമായ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള 8 പ്രധാന വിഷയങ്ങളിലാണ് ഭാരതവും ചൈനയും തമ്മിൽ ഒരു ധാരണയിലേക്ക് എത്തിയത്. ബീജിംഗിൽ ഇരു രാജ്യങ്ങളുടെയും പ്രത്യേക പ്രതിനിധികൾ നടത്തിയ 25ാമത് റൗണ്ട് ചർച്ചയിലാണ് ഈ ധാരണയിലേക്ക് എത്തിയത്. ഭാരതത്തിന്റെ പ്രത്യേക പ്രതിനിധിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ അജിത് ഡോവലും ചൈനയുടെ പ്രത്യേക പ്രതിനിധി വാങ് യും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നത് പാകിസ്ഥാനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു. പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടത്തി ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നങ്ങൾ മാത്രമല്ല യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തെറ്റിദ്ധാരണകൾ തടയുന്നതിനും സൈനിക ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനും അതിർത്തി വ്യാപാരം അതോടൊപ്പം തന്നെ തീർത്ഥാടനം അതോടൊപ്പം അതിർത്തി കടന്നുള്ള നദികൾ തുടങ്ങിയ മേഖലയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ഏറ്റവും പുതിയ ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ നടന്നത്. അതിർത്തിയിലെ സമാധാനത്തിനായുള്ള പ്രതിബദ്ധത ഭാരതവും ചൈനയും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അത് പാലിക്കുന്നതിനും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിനുമുള്ള ഒരു പ്രതിബദ്ധത ഇരുപക്ഷവും ആവർത്തിക്കുന്നുണ്ട്. ഭാരതവും ചൈനയും ഉഭയകക്ഷി ബന്ധങ്ങളുടെ ആരോഗ്യകരവും അതോടൊപ്പം തന്നെ സ്ഥിരതയും അത് വികസനത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് സുസ്ഥിരമായ ഒരു അതിർത്തി അന്തരീക്ഷം അത് പ്രധാനമാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. കൂടാതെ അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടിനായുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു രാജ്യങ്ങളും വീണ്ടും പറയുകയാണ്. ചൈന ഭാരതം അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള 2025-ലെ രാഷ്ട്രീയ പാരാമീറ്ററുകളും അതോടൊപ്പം തന്നെ മാർഗനിർദ്ദേശ തത്വങ്ങളും സംബന്ധിച്ച് കരാറും തുടർന്നുള്ള പ്രത്യേക പ്രതിനിധികളുടെ യോഗങ്ങളിൽ നേടിയെടുത്ത ധാരണകളും ഈ ചർച്ചയ്ക്ക് നയിക്കും. പ്രഖ്യാപിത ലക്ഷ്യം അതോടൊപ്പം തന്നെ നയങ്ങളും ആണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. അതായത് അജിത് ഡോവലും അതോടൊപ്പം തന്നെ വാങ് യുവും തമ്മിൽ നടന്ന ചർച്ചയിൽ അവർ പ്രധാനമായി ഉന്നയിക്കുന്നത് നമ്മൾ ഇനി എത്ര കാലം ഇങ്ങനെ ഒരു കീരിയും പാമ്പും പോലെ നിൽക്കും. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ ചില കാര്യങ്ങളിൽ ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ എത്തുമ്പോൾ ശത്രുതാ മനോഭാവമാണ്. അത് ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ അതിർത്തി പ്രശ്നങ്ങളാണ് ഇവർ രണ്ടുപേരെയും വല്ലാത്ത ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ ഒരു പിണക്കത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ അതിർത്തി പ്രശ്നമാണ്. അപ്പോൾ ഈ അതിർത്തി പ്രശ്നങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക, ഇരു രാജ്യങ്ങൾക്കും സമാധാനത്തോടു കൂടി പോകാനുള്ള എല്ലാ അന്തരീക്ഷങ്ങളും ഒരുക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ചർച്ചകളാണ് ഇന്നലെ അജിത് ഡോവലും അതോടൊപ്പം തന്നെ വാങ് യുവും തമ്മിൽ നടന്നത്. കൂടാതെ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട അടുത്ത മാസം ചൈനീസ് തലവൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മോദിയുമായിട്ടും ഒരു ചർച്ച നടത്തും എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു മോദിയുമായിട്ടൊരു ചർച്ച നടത്തുമ്പോൾ കൂടുതൽ ചൈനയും അതോടൊപ്പം തന്നെ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി ദൃഢമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.